ഇന്നത്തെ ഫേസ് പാക്കിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാം. നമ്മുടെ അടുക്കളയിലുള്ള 2-3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും അതുപോലെ നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിൻ്റെ 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഫേസ് പാക്ക് ഇടുന്നത് നല്ലതല്ല. അപ്പോൾ ഫേസ് പാക്കൊക്കെ ഇടാത്ത ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത്, ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട എന്ന് കേൾക്കുമ്പോൾ ആരുടെയും നെറ്റി ചുളിയേണ്ട. നമുക്ക് ഒട്ടും തന്നെ ബാഡ് സ്മെല്ല് ഇല്ലാണ്ടാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. ഒട്ടും തന്നെ മുട്ടയുടെ ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് മുട്ടയുടെ വെള്ളം മാത്രമേ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. വെള്ളം ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യത്തേക്ക് ഒരു മുട്ടയുടെ വെള്ളം വേണമെന്നില്ല, കുറച്ച് മാത്രം എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങാനീരാണ്. നാരങ്ങാനീര് ഒരുപാട് വേണ്ട, ഒരു 3-4 ഡ്രോപ്പ് മാത്രം മതിയാവും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നല്ല കട്ട തൈരാണ്. അപ്പോൾ എനിക്കിപ്പോൾ എത്ര നല്ല കട്ട തൈരല്ല കിട്ടിയേക്കുന്നത്. നമുക്കിതൊരു തുണിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തൈരെന്ന് പറയുന്നത് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുരുക്കൾ പോവാനും കുരുക്കൾ വന്നതിന് ശേഷമുള്ള പാടുകൾ പോവാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോളം കടലമാവാണ്. ഈ കടലമാവ് എന്ന് പറയുന്നത് നിങ്ങളുടേതൊരു ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടലമാവ് ചേർക്കണമെന്നില്ല. ഈ തൈര് തന്നെ കുറച്ച് അധികം എടുത്ത് ഇതുപോലെ തുണിയിൽ പിഴിഞ്ഞ് നന്നായിട്ട് വെള്ളം മാറ്റിയതിന് ശേഷം അത് ചേർത്ത് കൊടുത്താൽ മതിയാകും. കടലമാവ് ചേർക്കണമെന്നില്ല. എൻ്റേതിപ്പോൾ ഒരു ഓയിലി സ്കിന്നും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് കടലമാവ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് എഗ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് മിക്സായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. എന്നാലും ഒരു മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചറിലുള്ള ഒരു ഫേസ് പാക്ക് കിട്ടും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതും വളരെ എഫക്റ്റീവാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഇട്ട ഫേസ് പാക്കുകൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇതും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാലഞ്ചിൽ പങ്കെടുക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇനി ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ടാവുക. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് കട്ടിയിൽ തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം നനച്ചിട്ട് വളരെ സോഫ്റ്റായിട്ട് ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഹാർഡായി പോകരുത്. നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു ക്രീമി ടെക്സ്ചറിലാണ്. ഗ്രാനുവൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിതൊരു മസാജിങ് ക്രീം പോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മസാജ് ചെയ്യാനും പറ്റും. ഒരു 3-4 മിനിറ്റ് മാത്രം മതിയാവും കേട്ടോ. അതിനുശേഷം നമുക്കിത് കഴുകിക്കളയാം. കഴുകി കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ നല്ല രീതിയിലൊരു ചേഞ്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒറ്റ തവണ കൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് തരുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. ഇത് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാലഞ്ചിൽ പങ്കെടുക്കുന്നവരൊക്കെ ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കോളും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്